ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. ഒന്നാമതായി, കർത്താവ് നമ്മെ ഉയർത്തുന്നു. കർത്താവെ, ഞങ്ങൾ വിചാരിച്ചതിലും അപ്പുറമായി അങ്ങ് ഞങ്ങളെ ഉയർത്തുന്ന സമയങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ എന്നോട് തികഞ്ഞവനാകാൻ ആവശ്യപ്പെടുന്നു. അതായത് എന്നെ വെറുക്കുകയും എന്നോട് തെറ്റു ചെയ്യുന്നവരെ പോലും എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഗ്രഹിക്കണം എന്നാണ് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരാൻ കഴിയും എന്ന് കർത്താവായ യേശുനാഥൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവാനുഗ്രഹം നാം ദൈവത്തിൽ നിന്നും ഒത്തിരി പ്രാർത്ഥിച്ച് യാചിക്കുന്നതിനേക്കാൾ അധികമായി ദൈവാനുഗ്രഹം സ്വന്തമാക്കുവാൻ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരമായ നന്മയാണ് സ്നേഹം എന്നത്. നിനക്ക് സ്നേഹം ലഭിക്കാത്തിടത്ത് നീ സ്നേഹം നൽകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ അധികമായി ലഭിക്കുവാൻ ദൈവം ഇടവരുത്തുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ അനുഗ്രഹത്തിലും സ്നേഹത്തിലും നമ്മെ ഉയർത്തുവാൻ സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നാം, അതായത് ഒരു യോഗ്യതയുമില്ലാത്തവർക്ക് നാം നൽകുന്ന സ്നേഹത്തിലൂടെ മാത്രമാണ്. ആ സ്നേഹത്തിൻ്റെ പേരാണ് ദൈവ സ്നേഹം. നീ ഉയർത്തപ്പെടുവാൻ കുരിശിൽ നമുക്ക് വേണ്ടി സഹനങ്ങളിലൂടെ ഉയർത്തപ്പെട്ട ക്രിസ്തു മരിച്ച് വീണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന വലിയ രഹസ്യമാണ്. ശത്രുക്കളെ നീ സ്നേഹിക്കുമ്പോൾ ആ രഹസ്യത്തോട് ചേർന്ന് നീ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൻ്റെ ഉയർപ്പനുഭവത്തിൻ്റെ ഭാഗഭാക്കുകളാകുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, അനുഗ്രഹത്തിന് നൽകുന്ന നന്ദി. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നതും അതേ അനുഗ്രഹത്താലാണ് ഞാൻ മറ്റുള്ളവരെ, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നതും എന്ന തിരിച്ചറിവിൽ ആ ദൈവ അനുഗ്രഹത്തിന് രണ്ടുപേർ നൽകുന്ന പരസ്പരമുള്ള നന്ദിയുടെ പേരാണ് ദൈവ സ്നേഹം. ശത്രുക്കളെ സ്നേഹിക്കുക എന്നാൽ ദൈവം അനുഗ്രഹിക്കുവാൻ നാം ഒരു വ്യക്തിയെ അനുവദിക്കുന്നു എന്നാണ്. അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു തുടങ്ങുമ്പോൾ സ്നേഹം നൽകിയതും സ്നേഹം ലഭിച്ചതുമായ വ്യക്തികൾക്കിടയിൽ അവർ പരസ്പരം ദൈവ അനുഗ്രഹത്തിന് നന്ദി പറയുന്നവരായി മാറും. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ സ്നേഹിക്കുകയെന്നാൽ ദൈവ അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായി ഞാൻ മാറുക എന്നാണ്. പരസ്പരമുള്ള ദൈവ സ്നേഹത്തിൻ്റെ സംവേദനത്തിൻ്റെ പേരാണ് അനുഗ്രഹം എന്നത്. അതിനാൽ എനിക്ക് അനുഗ്രഹം നൽകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കരുണയുടെ വിശാലമായ വലയത്തിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ ഞാൻ സ്നേഹിക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയായി അത് മാറുന്നു. മൂന്നാമതായി, പൂർണ്ണതയിലേക്കുള്ള വിളി. ദൈവത്തെ പോലെ ആയിരിക്കുക എന്നത് അതിമോഹമാണെന്ന് തോന്നുന്നുവെങ്കിൽ യേശു എന്നിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ എന്നെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിളിക്കുന്നു. ശത്രുക്കളെ നീ സ്നേഹിക്കണം. യേശുനാഥൻ്റെ വാക്കുകളിൽ നിന്ന് എന്നെ സ്നേഹിക്കാത്തവരെ, എന്നെ വെറുക്കുന്നവരെ ഞാൻ ഓർക്കുകയും അവരെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. എനിക്ക് കഴിയുമെങ്കിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എനിക്ക് കഴിയുമെങ്കിൽ അവർക്ക് നന്മ നേരാൻ ഞാൻ കൃപ ചോദിക്കുന്നു. എൻ്റെ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി അഥവാ എല്ലാവരെയും ഞാൻ ചിന്തിക്കുകയും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നോടുള്ള പ്രവൃത്തിയുടെയോ പ്രതികരണത്തിൻ്റെയോ കാരണമായല്ല, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൻ്റെയും ദൈവവചനം എന്നോട് ആവശ്യപ്പെടുന്ന ആത്മീയ ഉത്തരവാദിത്വത്തിൻ്റെയും പേരിൽ ഞാൻ എന്നെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു. ഇത് വലിയൊരു ദൈവ ദൗത്യത്തിൻ്റെ സമ്പൂർണതയാണ്. യേശുനാഥൻ എന്നിൽ ആഗ്രഹിക്കുന്ന സമ്പൂർണതയാണ്. പ്രിയമുള്ളവരെ, അതിനാൽ ക്രിസ്തു നമ്മിൽ ആഗ്രഹിക്കുന്നത് ജീവിക്കുവാൻ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കുവാൻ ദൈവ സഹായം യാചിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.